ദൈവത്തിന് സ്തുതി. സകല പരീക്ഷകളെയും അതിജീവിച്ച, ലോകം മുഴുവൻ്റെയും പാപത്തിൻ്റെ മേൽ വിജയക്കൊടി പാറിച്ച, തൻ്റെ മഹത്വത്താൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന സർവശക്തനായ ദൈവം തമ്പുരാൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. പരിശുദ്ധ നോമ്പിൻ്റെ ദിവസങ്ങളിലൂടെ നാം കടന്നു പോകുകയാണല്ലോ. ഓരോ യാമങ്ങളിലും, പ്രത്യേകിച്ച് ഈ സമയത്ത്, നിരവധി പരീക്ഷകളിലൂടെ കടന്നു പോകുന്നവരാണ് നാം. അത് പലപ്പോഴും സാത്താൻ്റെ തന്ത്രങ്ങളായും, ഒപ്പം ഉൽപ്പത്തി 22 അബ്രഹാമിനും ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ ഇയ്യോബിനും സംഭവിച്ചതുപോലെ ഓരോ വ്യക്തിയുടെയും മികവ് തെളിയിക്കുന്നതിന് വേണ്ടിയുമായും അത് മാറുന്നു. നമ്മുടെ നാഥനായ യേശു ക്രിസ്തുവും 40 ദിവസം നോമ്പ് നോറ്റു. നോമ്പിൻ്റെ അവസാനം അവനും സാത്താൻ്റെ പരീക്ഷകളിലൂടെ കടന്നുപോയി. അതെ, നമുക്ക് വേണ്ടി താഴ്മയോടെ നോമ്പ് നോറ്റ് പരീക്ഷ ഏൽക്കുകയും പ്രാർത്ഥനയോടെ അവയെ തോൽപ്പിച്ച് രക്ഷപ്രദാനം ചെയ്യുകയും ചെയ്തു. സാത്താനോടുള്ള കർത്താവിൻ്റെ മറുപടിയിലൂടെ 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. 1. അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യപുത്രൻ വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു. 2. ലോകത്തെയും സകല രാജ്യങ്ങളെയും നേടാനായാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം? സ്വാർത്ഥലാഭത്തിനും നേട്ടങ്ങൾക്കുമായി ദൈവത്തെ ത്യജിച്ച് സാത്താനെ വണങ്ങിയാൽ ലഭിക്കുന്നത് കെടാത്ത തീയും ചാകാത്ത കുഴുവുമാണ്. 3. സകലത്തെയും തൻ്റെ വചനം കൊണ്ട് സൃഷ്ടിച്ചവന്, പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയവന്, കുരുടനും കുഷ്ഠരോഗിക്കും തളർവാദ രോഗിക്കുമെല്ലാം നിമിഷനേരം കൊണ്ട് സൗഖ്യം നൽകിയവന്, അതിശയകരമായ പ്രവർത്തികളിലൂടെ തൻ്റെ ദൗത്യം നിറവേറ്റാമായിരുന്നു. എന്നാൽ കർത്താവ് 40 ദിവസം നോമ്പ് നോക്കുകയും ക്രൂശിൻ്റെ പാത സ്വീകരിക്കുകയും ചെയ്തു. അപ്രകാരം നാമും ക്രിസ്തുവിൻ്റെ പാത സഞ്ചരിച്ച് താഴ്മയോടെയും അനുതാപത്തിലൂടെയും നോമ്പ് നോറ്റ് വചനമനുസരിച്ച് ദൈവത്തെ നമസ്കരിച്ച് തമ്പുരാൻ്റെ ഹൃദയപ്രകാരം ജീവിക്കുവാൻ നമുക്ക് തയ്യാറെടുക്കാം. ആമേൻ.